ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു മീഷോന്ന് വോൾ സ്റ്റിക്കർ വാങ്ങിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കിച്ചണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചുമര് വല്ലാതെ നാശമാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി വോൾ സ്റ്റിക്കർ വാങ്ങി ഒട്ടിക്കുക. ഈ ബോക്സസ് ഈ ബോട്ടിലെല്ലാം വെക്കുന്ന ഭാഗത്തും കുറച്ച് ഇങ്ങനെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാം തെറിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഇങ്ങനെ ഓയിലെല്ലാം ഇങ്ങനെ തെറിച്ചിട്ട് ഭയങ്കര നാശമാകുന്നുണ്ട്. അന്നേരം ഞാൻ മീഷോന്ന് വാങ്ങിയത്. അപ്പോൾ ഈ പോർഷനും പിന്നെ കുറച്ച് ബാക്കി വന്നാൽ ഞാൻ ആ ഷെൽഫുകളിലേക്ക് ഒട്ടിക്കണം എന്നാണ് വിചാരിച്ചിന്. അപ്പം നമുക്ക് ഒട്ടിക്കൽ തുടങ്ങാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഗ്ലൂ ഉള്ള നല്ല സ്റ്റിക്കി ആയ സൈസാണ്. മെല്ലൻ അതിൻ്റെ പേപ്പർ ബാക്ക് സൈഡ് നീക്കി കൊടുത്തിട്ട് ഒരു തുണിയും കൊണ്ട് നമുക്ക് മെല്ലൻ അത് താഴേക്കോട്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മളത് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു വഴി ആ സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ. നെക്സ്റ്റ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ അതെടുത്ത് വന്ന് അപ്പോൾ അടുത്ത പീസ് ആ സൈഡിൽ ഇത്തിരി കട്ട് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ബോർഡ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ ബോർഡ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സെക്കൻഡ് പീസ് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ അത്രയും വീതി ഇല്ല ഈ പേപ്പർ, അതുകൊണ്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് ഒരു പീസും കൂടി ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇതുപോലെ ഒരു തുണി വെച്ചിട്ടാണ് അത് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ആ ഭാഗം ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചും ബാക്കിയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ കണ്ടോ ഷെൽഫ് വല്ലാതെ നാശമായിന്, അപ്പോൾ അവിടെയും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കംപ്ലീറ്റ് 2 ഷെൽഫിന് ഒട്ടിച്ചു കേട്ടോ. കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ട്. മേലത്തെ ഷെൽഫിന് ഒട്ടിക്കാൻ തീരെ ഉണ്ടായിരുന്നില്ല, തീർന്നുപോയി ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷീറ്റും കൊണ്ട് തന്നെ കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒരു ഷീറ്റ് ഇത്രയേ തേഞ്ഞിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ വല്ലാതെ അടുക്കളയെല്ലാം നാശമായി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ വോൾ സ്റ്റിക്കർ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. നമ്മളെ ചുമര് നാശാവില്ല. ആദ്യം ഞാനിത് ഒട്ടിക്കണം എന്ന് വിചാരിച്ചതിനും പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ചുമര് വല്ലാതെ നാശമായി പോയാലാണ് ഞാനിത് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം ഒഴിവാക്കിയതല്ല. പിന്നെ നമ്മളെ ബോട്ടിൽസ് എല്ലാം നല്ലോണം വാഷ് ചെയ്ത് ഉണക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താക്കി എല്ലാം തുടച്ച് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണിത്. ഇങ്ങനെയുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫോട്ടോന് ഇപ്പോഴത്തേനും എത്ര ഡിഫറൻസ് അല്ല. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെല്ലാം ബോട്ടിൽസ് എല്ലാം കൈ വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം അങ്ങ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തുടച്ചെടുത്തിട്ട് അവിടെ വെച്ചളയോ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കിയെല്ലാം എടുക്കാനൊന്നും നേരമില്ല. അപ്പോൾ തുടച്ചിട്ട് വേഗം മക്കൾ വരുമ്പോഴത്തേന് ഇന്ന് മദർസ് വേഗം വിടുന്നതുകൊണ്ട് മക്കൾ വേഗം വരും. അപ്പോൾ അപ്പോഴത്തേനും ഇത് സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം തുടച്ച് വെച്ച് സെറ്റാക്കുന്ന. അപ്പോൾ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കള എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കണ്ടോക്കണേ. ഞാനങ്ങനെ കുറേ എല്ലാ പാത്രങ്ങളെല്ലാം കൈ വെച്ചിരുന്നുണ്ട് ഗൈസ്. അതെല്ലാം നടുക്ക് കൂടെ എടുത്തെടുത്ത് ഓടി പോകുന്നുണ്ട് ഒരാൾ. കുറേ കൊണ്ടേ റൂമിൽ ഇടുന്നുണ്ട്, കുറേ അവിടെ ഇവിടെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതും പെറുക്കി കൊണ്ടുവരേണ്ടി വരും തോന്നുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം എല്ലാം കൈ ഒതുക്കി പെറുക്കി എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്